ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്രൗണീൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ബ്രൗണീൻ്റെ മിക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മിക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് പിന്നെ ഒരു 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിയത് കേട്ടോ. ഇപ്പം ഫസ്റ്റ് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കണമെന്ന് കാണണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 80 ഗ്രാം വെള്ളവും അതേപോലെ 60 ഗ്രാം പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അതായത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് പൊട്ടിച്ചിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചിട്ട് മെല്ലെ മിക്സാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് മെല്ലെ 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 മിക്സാക്കി എടുക്കണം. ഇങ്ങനെ ഇളക്കി ചെയ്യരുത്. ഉണ്ടല്ലേ, അങ്ങനെ വെക്കുമ്പോൾ ചെറുതാക്കിയിട്ട് മിക്സാക്കി എടുക്കട്ടെ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാണ്. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 2-3 പ്രാവശ്യം പുറത്തൊക്കെ പോയി വാങ്ങിയിരുന്നു. അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിച്ച് വാങ്ങിയതാണ്. നമുക്ക് ഇതേപോലെ മെല്ലെ മിക്സാക്കി എടുക്കാം കേട്ടോ. മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഓവന് ഒരു 150 ഡിഗ്രിയിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ഒരു പാത്രം ഫ്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ള വീട്ടിലുള്ള പാത്രം വെച്ചെടുക്കാം. ഇതിന് ബട്ടർ നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് അതിന് കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 150 ഡിഗ്രി 10 മിനിറ്റ് ഫ്രീറ്റ് ചെയ്ത് ഓവനിലേക്ക് അത് വെച്ച് കൊടുക്കണം കേട്ടോ. 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ചൂടുണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ തുണി പിടിച്ചെടുക്കണം. നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് കേക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മളൊരു ചെരുവ് ആവശ്യമില്ല, അത് പഴയ ചെരുവൊക്കെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിനൊക്കെ ഇറക്കി വെച്ചിട്ട് മൂടിച്ചിട്ട് ഇതുവരെ 10 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ടൂപ്പിക്കത്ത് കുത്തി നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിന്നെ നട്ട്സൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ. ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്ന് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്നും കൂടെ പറയണം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ട്, അതൊന്ന് കണ്ടിട്ട് കാണണേ.